ശ്രീ ചെറിയാമ്പൽപ്പെ, ശശി തരൂര് നിശബ്ദനാകുന്നില്ല. ഇപ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥയുടെ മേൽ ലേഖനവുമൊക്കെ ആയിട്ട് വന്ന് വലിയ വിവാദത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ പറയാൻ മറ്റു പല കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് അടിയന്തരാവസ്ഥയിലേക്ക് തന്നെ പോയത്? ശശി തരൂർ എന്താണ് പറയുന്നത് എന്നത് അദ്ദേഹത്തിന് തന്നെ അറിയുമെന്ന് സംശയിക്കുന്നു. ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടിക്ക് മര്യാദയുണ്ട്. എല്ലാ കാര്യവും പറയാൻ പറ്റില്ല. അദ്ദേഹം എന്നെപ്പോലെയല്ല. എനിക്ക് ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ശശി തരൂർ 15 വർഷത്തെ പാരമ്പര്യമുള്ളൂ എങ്കിൽ പോലും ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ ഇലക്ടഡ് മെമ്പറാണ്. അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. അദ്ദേഹത്തിന് അവിടെ പറയാൻ കഴിയുന്നത് AICC തീരുമാനമാണ്, AICC നയങ്ങളാണ്, അല്ലാതെ KPCC നയം പോലും അല്ല. അങ്ങനെ ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരാൾ ഈ ഒരു പത്രപ്രവർത്തകനെ പോലെയോ അല്ലെങ്കിൽ ഒരു കോളമിസ്റ്റിനെ പോലെയോ ഒന്നും അഭിപ്രായം പറയാൻ പറ്റാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം ഈ അടുത്ത കാലത്ത് നടത്തുന്ന പല കാര്യങ്ങളും കോൺഗ്രസ് വിരുദ്ധമായി മാറുകയാണ്. അതിന് സത്യം പറഞ്ഞാൽ കോൺഗ്രസിലെ സ്നേഹിക്കുന്ന പ്രവർത്തകന്മാർക്കും നേതാക്കന്മാർക്കും ഒരുപോലെ വേദനയുണ്ട്. അടുത്ത കാലത്ത് വന്ന ലേഖനം, ദീപികയിൽ വന്ന ലേഖനം, അദ്ദേഹം ഒരു ചരിത്രകാരനോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ചരിത്രകാരനൊന്നും അല്ല എങ്കിൽ പോലും അദ്ദേഹം ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകത്തിൽ പ്രതിപാദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ അത് പുസ്തകത്തിൽ ചരിത്രപരമായ ഇൻ്റലക്ച്വൽ ഹോണസ്റ്റിയാണ്, ബുദ്ധിപരമായ സത്യസന്ധതയാണെന്ന് പറയാം. ഇത് അടിയന്തരാവസ്ഥയിലെ വാർഷികത്തിൽ എല്ലാ സ്ഥലത്തും കുടുംബാധിപത്യത്തിന് എന്ന് പറഞ്ഞ്, അതായത് ഇന്ത്യയുടെ രാഷ്ട്രശില്പിയാണ് ജവഹർലാൽ നെഹ്റു. എന്തൊക്കെ പറഞ്ഞാൽ ഈ മതേതര രാജ്യമായി ഇന്ത്യക്കൊരു നയം ഉണ്ടാക്കിയതും 16 വർഷം നെഹ്റു ഇരുന്നപ്പോൾ എല്ലാവരെയും കൂട്ടിയിണക്കി കൊണ്ടുപോയ ഒരു രാജ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്നുള്ള ഖ്യാതി, ആ വിശ്വോത്തര ഖ്യാതി, വിശ്വപൗരൻ എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവാണ്. ആ ഖ്യാതിയെ തകർക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അതിൻ്റെ പാരമ്പര്യമാണ് ഇന്ദിരാഗാന്ധിയും തുടർന്നു ഇപ്പോൾ ഉള്ള രാഹുൽ ഗാന്ധി വരെ. കുടുംബാധിപത്യം എന്ന് പറഞ്ഞാലും നെഹ്റുവൻ പാരമ്പര്യം, നെഹ്റുവിൻ ആശയങ്ങൾ എന്ന് പറയുന്നതിന് ഇപ്പോഴും പ്രസക്തിയുണ്ട്. BJP ഇപ്പോൾ സംഘടിതമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? നെഹ്റുവിനെ തകർക്കുക. വല്ലഭായ് പട്ടേൽ ഉയർത്തുന്നു, ഗാന്ധിജി പറയുന്നു, നെഹ്റുവിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുക. അപ്പം നെഹ്റുവിനെ ആക്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഹ്റു എന്ന് പറയുന്ന മഹാപുരുഷനെ തകർക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമുള്ള കോൺഗ്രസിനെ തകർക്കുക. ഇന്നത്തെ കോൺഗ്രസ് നെഹ്റു ഉണ്ടാക്കിയ കോൺഗ്രസ്സാണ്. ആ പാരമ്പര്യത്തെ തകർക്കുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധിക്കും മറ്റുമെതിരായി രാഹുൽ ഗാന്ധിക്കുമൊക്കെതിരായി സംഘടിതമായ ആക്രമണം BJP RS നടന്നു. അതിൻ്റെ അനുഗുണമായി ആ പ്രചരണത്തിൽ പങ്കാളിയാകാൻ ആര് ശ്രമിച്ചാലും അതിനെ കോൺഗ്രസ്സുകാർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പല കാര്യങ്ങളും വിമർശനം ഉണ്ടായത്. പിന്നെ അദ്ദേഹം കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ടും ഞാനൊരു ചെറിയ മനുഷ്യനായതുകൊണ്ടും എന്നെപ്പോലെ ആളുകൾ അതിൽ അദ്ദേഹത്തെ വിമർശിക്കുന്നത് ശരിയല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം വിമർശിക്കേണ്ട പല കാര്യങ്ങളുണ്ട്, അത് അദ്ദേഹം വിമർശിക്കപ്പെടുന്നില്ല. ഉദാഹരണത്തിന് ഇന്ത്യയിലും കേരളത്തിലും അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ലേ? മോഡിയുടെ ഭരണത്തിലുണ്ടായ ഭരണകൂട ഭീകരത എത്രയാണ്? ഇപ്പോൾ അധികാര പ്രമത്തത, കേരളത്തിൽ പിണറായി വിജയനും കേന്ദ്രത്തിൽ മോഡിയും ഏകാധിപതികളെ പോലെ പെരുമാറുന്നു. പാർട്ടിയും സർക്കാരും അവരുടെ ചൊൽപ്പടിയിലാണ്. ധാരാളം അതിക്രമങ്ങൾ നടക്കുന്നു. തിരുവായ്ക്ക് എതിർവായില്ല എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ജനാധിപത്യ വിരുദ്ധമായ ഒരു ഏകാധിപത്യവൽക്കരണം ഇന്ത്യയിലും കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ. ഇവിടെ ഭീകരമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഭരണകൂട ഭീകരത മാത്രമല്ല, ഭരണഘടന അമിതാധികാര ശക്തികൾ നടത്തുന്ന അധികാര ദുർവിനിയോഗം, അതിൻ്റെ ഭീകരത, അതോടൊപ്പം തന്നെ വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഴിമതി, ജനങ്ങൾ ദുസ്സഹമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ ഇത്തരം ജനകീയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പ്രതികരിക്കാതെ മൗനമാരംഭിക്കുന്നു. അത് ഒരു ശരിയല്ല. കാരണം അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ MP ആണ്, ജനപ്രതിനിധിയാണ്. ജനകീയ പ്രശ്നങ്ങളിൽ, ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലെങ്കിലും അഭിപ്രായം പറയാൻ ബാധ്യസ്ഥതയുള്ള ഒരു MP അദ്ദേഹം അപ്രഖ്യാപിത അടിയന്തരാവസ്ഥക്കെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അത്തരം സമരം കൊള്ളുന്ന അദ്ദേഹം ഇല്ല. അപ്പോൾ മോദി സർക്കാരിനോടും പിണറായി സർക്കാരിനോടും അവരെ എതിർക്കേണ്ട പല കാര്യങ്ങളും എതിർക്കുന്നില്ലെന്ന് മാത്രമല്ല, പല കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ തന്നെ മുൻ പ്രസ്താവനകൾ നോക്കുമ്പോൾ ഒരു മാർദ്ദവപൂർണമായ സൗഹാർദ്ദപൂർണമായ ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിച്ചു വരുന്നത്. ഇത് പലപ്പോഴും കോൺഗ്രസ് പ്രവർത്തകന്മാർക്കിടയിൽ ജനങ്ങൾക്കിടയിലും ഒരു സംശയമുണ്ട്. അദ്ദേഹം ഈ അധികാര സ്ഥാനങ്ങൾ വരുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് ആവണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആവണം, മുഖ്യമന്ത്രി ആവണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾക്ക് പഠിപ്പിച്ച മനുഷ്യ സഹജമാണ് ആഗ്രഹങ്ങൾ. മോഹങ്ങളില്ലെങ്കിൽ മനുഷ്യരില്ലല്ലോ. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം മോഹിക്കാം, പ്രധാനമന്ത്രി സ്ഥാനം മോഹിക്കാം, ഈ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ പ്രധാനമന്ത്രി ആവാനും മോഹിക്കാം, ഒന്നും പ്രശ്നമുള്ളതല്ല. പക്ഷേ അദ്ദേഹം നിൽക്കുന്ന മണ്ണിനെക്കുറിച്ചും അടിത്തറയെക്കുറിച്ചും ഓർമ്മ വേണം. അതിനെക്കുറിച്ച് ഓർമ്മയില്ലാതെ അദ്ദേഹം വികായസിൽ സ്വപ്നജീവിയായി നടന്നാൽ
സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പ്രതികരണം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് ശശി തരൂരിനോട് വലിയ ഇഷ്ടമാണ്. കാരണം ശശി തരൂര് നമ്മുടെ അഭിമാനമാണ്. വി കെ കൃഷ്ണമേനോൻ ഇനി കേരളത്തിൽ അഭിമാനമാണെന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അഭിമാനിക്കാവുന്ന ആൾ തന്നെയാണ് ശശി തരൂർ. ആ അഭിമാനപുത്രൻ നടത്തിക്കൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്നെപ്പോലുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരെ വളരെയധികം വേദനിപ്പിക്കുന്നു എന്നതാണ് സത്യം. പക്ഷേ കോൺഗ്രസ് വേണ്ട തരത്തിൽ ശശി തരൂരിനെ വിനിയോഗിച്ചില്ല എന്നും ഇടയ്ക്ക് അദ്ദേഹം പറയാറുണ്ടല്ലോ അല്ലേ? ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ കോൺഗ്രസ്സിലായിരുന്നില്ല, കുറച്ച് നാൾ കോൺഗ്രസ്സിൽ വിട്ടു. ഞാൻ തിരിച്ചു വന്ന് 4 വർഷമായിരുന്നു. എന്നെ വിനിയോഗിച്ചില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ. ഒരു പാർട്ടിയിൽ നമ്മൾ നമ്മുടെ പ്രവർത്തനം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞു. ഓരോ സ്ഥാനത്തിനും അതിൻ്റെതായ ധർമ്മമുണ്ട്. ഇപ്പോൾ KPCC ഒരു ഉന്നതാധികാര സമിതി അംഗമാണ് ഞാൻ. എനിക്ക് അതിൻ്റെതായ ധർമ്മമുണ്ട്, അത് ഞാൻ ചെയ്യാൻ ബാധ്യസ്ഥനാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, അദ്ദേഹത്തിന് അതിൻ്റെതായ ധർമ്മമുണ്ട്, ചെയ്യാറുണ്ട്. വർക്കിംഗ് കമ്മിറ്റി മീറ്റിംഗിൽ പോകുമെങ്കിലും വേണമല്ലോ. കേരളത്തിൽ MP ആണ് അദ്ദേഹം. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഞാൻ നേതൃത്വമുള്ള ആളല്ലേ, 4 തവണ അദ്ദേഹം. ഞാൻ KPCC ഓഫീസിൽ എല്ലാ ദിവസവും ഉള്ള ആളാണ്, അത് കാണാനില്ല. അപ്പം ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലകൾ നിർവഹിക്കാൻ ബാധ്യസ്ഥനാണ്. ആ ചുമതലകൾ നിർവഹിച്ചുകൊണ്ട് പറഞ്ഞാൽ ആരും കുറ്റം പറയത്തില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിൽ അർപ്പിതമായ ജനാധിപത്യപരമായ ചുമതലകൾ, പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിക്കാതെ അദ്ദേഹം ഇങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കുകയാണ്. അദ്ദേഹത്തിന് ലോകം മുഴുവൻ ബന്ധങ്ങളുണ്ട്, സൗഹൃദങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഞാൻ കേരളത്തിലും ഇല്ല, ഇന്ത്യയിലും ഇല്ല, ലോകത്തിൽ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥ വന്നിട്ട് അവസാനമായിട്ട് ഇവിടെ വന്ന് ആരെങ്കിലും നടത്തിയ ഒരു സർവേ പൊട്ടിക്കാട്ടി അത് ശരിയായ നടപടിയായിട്ട് സാധാരണ കോൺഗ്രസ്സുകാർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തന്നെ നിൽക്കണം, കോൺഗ്രസിൻ്റെ ഒരു ധീരനായ പോരാളിയായി നിൽക്കണമെന്ന് തന്നെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള എൻ്റെ ആഗ്രഹം. അതിന് അദ്ദേഹം തയ്യാറാവണമെന്ന് മാത്രമാണ് വിനീതമായ അഭ്യർത്ഥന. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് അകന്നു നിൽക്കുന്നു, പക്ഷേ BJP-യിലോട്ട് എത്തിയിട്ടുമില്ല. അപ്പം കോൺഗ്രസിൽ തുടരണോ BJP ചേരണോ എന്നുള്ളത് ഒരാൾ തീരുമാനിക്കേണ്ട വ്യക്തിപരമായ വിഷയമാണ്. ഞാൻ ഇടപെടില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ കോൺഗ്രസിൽ നിൽക്കാം, കോൺഗ്രസിൻ്റെ ആളായിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ചുമതലകൾ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അദ്ദേഹത്തിന് BJP പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമെങ്കിൽ അദ്ദേഹത്തിന് BJP പോകാം. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. അത് ഞാൻ അഭിപ്രായം പറഞ്ഞ് ശരിയല്ലോ. അദ്ദേഹത്തിന് BJP പോകണമെങ്കിൽ അദ്ദേഹത്തിന് പോകാം, അത് നമ്മളാരും എതിർക്കുന്നില്ല. കാരണം ഒരാളുടെ സ്വാതന്ത്ര്യമാണ്. കാരണം അദ്ദേഹത്തിന് അതാണ് കൂടുതൽ സൗകര്യം, ആ നയങ്ങളാണ് നല്ലത് എന്ന് തോന്നിയാൽ നയപരമായ അഭിപ്രായ ദിവസം കോൺഗ്രസിലൂടെ തുറന്നു പറഞ്ഞ് അദ്ദേഹത്തിന് പോകാം. പക്ഷേ അദ്ദേഹം കോൺഗ്രസ് നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസിൻ്റെ നയങ്ങളിലെ വിശ്വാസങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ എന്തായാലും ഈ അച്ചടക്ക ലംഘനം നടന്നിട്ടില്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പം ഞാൻ അച്ചടക്കം പറയാം. ഞാൻ കേരളത്തിലെ കോൺഗ്രസിലുള്ള ആളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പരമാനോദ സമിതിയായ വർക്കിംഗ് കമ്മിറ്റി അംഗമായ അദ്ദേഹം അച്ചടക്ക ലംഘനം നടത്തി തീരുമാനിക്കേണ്ടത് അവിടുത്തെ കോൺഗ്രസ് പ്രസിഡന്റും അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന അച്ചടക്ക സമിതിയുമാണ്, ഞാനല്ല. അതുകൊണ്ട് അച്ചടക്ക സമിതിയോട് ബന്ധപ്പെട്ട തീരുമാനം എന്താണെന്ന് അറിയാതെ ഞാൻ അതിലേക്ക് പോകുന്നത് ശരിയല്ല. അല്ലേ, എന്തായാലും BJP-യുമായിട്ട് എന്തോ ഒരു പിന്നാമ്പുറ ചർച്ചകളൊക്കെ കാര്യമായി നടക്കില്ല. അദ്ദേഹം ഇപ്പോൾ പറയുന്ന പല കാര്യങ്ങളും BJP-ക്ക് അനുകൂലമായതുകൊണ്ട്, BJP നയങ്ങളെ വാഴ്ത്തുന്ന തരത്തിലായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് BJP-യോട് ചായ്വുണ്ടോ എന്ന് ജനങ്ങൾക്കിടയിൽ പാർട്ടിക്കാർക്കിടയിൽ സംശയമുണ്ടായാൽ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണെന്ന് പറയുന്നതാണ് സത്യം. അത് വേണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് പുറത്താക്കാം, അതും ചെയ്യുന്നില്ല. അല്ല, അതൊക്കെ ചെയ്യേണ്ടത് കോൺഗ്രസ് നേതൃത്വമല്ലേ. കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വം ഉണ്ടല്ലോ, അങ്ങനെ നേതൃത്വം ഉണ്ടല്ലോ. അവർക്ക് അദ്ദേഹം നടത്തുന്ന കാര്യങ്ങൾ അച്ചടക്ക ലംഘനമാണ്. മാത്രമല്ല കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും അല്ല, BJP-യും അല്ല. കോൺഗ്രസ് ജനാധിപത്യ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്, ആളുകളുടെ അഭിപ്രായം അനുവദിക്കുന്ന പാർട്ടിയാണ്. അദ്ദേഹം ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പാർട്ടി പറയാം. അപ്പോൾ പാർട്ടിയിലതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ജനാധിപത്യ പാർട്ടി എന്ന നിലയിൽ, ഇന്ത്യൻ ഭരണങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ പാലിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അദ്ദേഹം കോൺഗ്രസിൽ നിന്നുകൊണ്ട് ആ പരിധി വിട്ടു പോയാൽ, ആ പരിധിക്ക് അപ്പുറത്ത് പോയാൽ, ഒരു ലക്ഷ്മണരേഖ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ പരിധി വിട്ടു പോയാൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ട തീരുമാനിക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട ഒരു വലിയ വിഷയത്തിൽ എന്നെ പോലെ അഭിപ്രായം പറയുന്നത് ശരിയല്ല. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.